ഡുമ്ര എന്ന ഷിപ്പിലാണ് ഞാൻ പോയത്. എത്ര ദിവസം എടുത്തു? 11 ദിവസം എടുത്തു. 1974 ഡിസംബർ 31-ാം തീയതി രാത്രിയാണ് ഞാൻ ദുബായിൽ കപ്പലിറങ്ങിയത്. അന്ന് എന്നെ സ്വീകരിക്കാൻ എൻ്റെ കൊച്ചപ്പ MK അബ്ദുൽ സാഹിബ് ഉണ്ടായിരുന്നു. അന്നത്തെ ഏത് തരത്തിലുള്ള സ്ഥാപനമായിരുന്നു? അന്ന് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു ചെറിയ ജനറൽ സ്റ്റോറായിരുന്നു. അത് ഏറ്റെടുത്തോ അതിന്റെ ചുമതല? ഇല്ല, അത് ഞാൻ ജോയിൻ ചെയ്തു, ബിസിനസ് പഠിച്ചു. അതിനുശേഷം എങ്ങനെയായിരുന്നു ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കാലുകുത്തുന്നത്? അതിനുശേഷം ഞങ്ങൾ ആദ്യം അവിടെ ഈ ചെറിയ ജനറൽ സ്റ്റോറിൽ നിന്നും ഏതെങ്കിലും നിലയ്ക്ക് ഡെവലപ്മെന്റ് വേണം, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കൽ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വിപുലമായ വലിയ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. അങ്ങനെ ആ സൂപ്പർ മാർക്കറ്റുകളും പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ തുടങ്ങി. പിന്നീട് സൂപ്പർ മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഒരുമിച്ച് തുടങ്ങി. പിന്നീട് ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. പിന്നീട് ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വലിയ സ്റ്റഡി ഗ്രോത്ത് പടിപടിയായിട്ട് 1974 മുതലുള്ള പടിപടിയായ ഗ്രോത്താണ് ഇന്ന് നിലയിലെത്തിച്ചത്. അന്ന് ആരായിരുന്നു മാതൃക ബിസിനസ് രംഗത്ത്? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തിലും എൻ്റെ മാതൃക ഞങ്ങൾ പിന്തുടരുന്നത്, എന്നോട് പിന്തുടരാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രവാചകന്റെ മാതൃകയാണ്. ഞങ്ങളുടെ പ്രവാചകൻ ഒരു കച്ചവടക്കാരനായിരുന്നു മുമ്പ്. അപ്പോൾ കച്ചവടത്തിൽ ഏതെല്ലാം സത്യസന്ധതയോടുകൂടി എങ്ങനെ കച്ചവടം ചെയ്യണതിനെ പറ്റി ഒരു ജീവിത പാഠപദ്ധതി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനായിരുന്നു എൻ്റെ മാതൃക. 5 നേരം നിസ്കരിക്കും? തീർച്ചയായിട്ടും. ഹിന്ദുക്കൾക്ക് ഗൾഫിൽ മൃതശരീരം അടക്കം ചെയ്യുന്നതിനുള്ള ശ്മശാനം നിർമ്മിച്ചു കൊടുത്തു, സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങിച്ചു. സെക്കുലറാണ്. തീർച്ചയായിട്ടും. അല്ല, എല്ലാ മതവിഭാഗങ്ങളും പ്രാർത്ഥിക്കുന്നത് ഒരേ ദൈവത്തോടാണെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. അത് വിവിധ മാർഗങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഖുർആൻ പറയുന്നു റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവൻ നാഥനാകുന്നു, പ്രപഞ്ചനാഥനാകുന്നു. ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും പറയുന്ന ഈശ്വരനാകുന്നു, ദൈവമാകുന്നു, ലോകത്തിന്റെ മുഴുവൻ ഒന്നാണ്. ക്രിസ്തീയ സഹോദരന്മാർ പറയുന്നു ദൈവമാകുന്നു. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്, വിവിധ മാർഗങ്ങൾ. ഞങ്ങളുടെ പ്രവാചകന്റെ മാതൃക അതാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം ബന്ധം പുലർത്തുകയും അവരുമായി അടുപ്പം കാണിക്കുകയും ചെയ്യുക എന്ന ഉത്തമ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരാകുന്നു മുസ്ലിമീങ്ങൾ. യാക്കോബ സഭയോട് മാത്രം എന്താ ഇത്ര സ്നേഹം കൂടുതൽ? അല്ല, എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളോടും എനിക്കിഷ്ടമാണ്. എന്നാൽ അവരുമായിട്ട് അടുപ്പമാണ്. എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും ഞാൻ അടുപ്പമാണ്. എന്നാൽ പള്ളി പണിയാനുള്ള സാങ്ഷൻ വാങ്ങിച്ചു കൊടുത്തത് യാക്കോബ സഭയ്ക്കാണ്. അവരതിന് കമാൻഡർ പദവി. അല്ല, യാക്കോബ സഭയ്ക്ക് അന്ന് പള്ളി ഉണ്ടായില്ല. റോമൻ കാത്തലിക് സഹോദരന്മാർക്കും സഹോദരിക്കും അന്ന് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗത്തിന് പള്ളി ഇല്ല എന്നത് ഞാൻ അവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്തുകയും അവരെ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ പള്ളി ഇല്ലാത്ത എല്ലാ വിഭാഗങ്ങൾക്കും സഹായം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്നുള്ള നിലയ്ക്ക് അതും ചെയ്തു കൊടുക്കുന്നു. അതിനവർ എന്നെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു ധർമ്മമാണ്. അത് ഞാൻ ചോദിച്ചു വാങ്ങിയ ഒന്നല്ല. നാട്ടികയിലുള്ള മിക്ക ചെറുപ്പക്കാരെയും ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ തേങ്ങ ഇടാൻ പോലും ആളെ കിട്ടാനില്ല. കാരണം കാലം വളരും തോറും ഭാവി തലമുറ ജോലി ചെയ്യണം, അവർക്ക് കാശുണ്ടാവണം. ഇപ്പൊ തേങ്ങ പോയിട്ടാൽ ഒരു മാസം എന്ത് കിട്ടുമെന്നും ഗൾഫിൽ പോയാൽ എന്ത് കിട്ടുമെന്നും അറിയാം ആൾക്കാർക്ക്. അത് കാരണം തേങ്ങ ഇടുന്നേക്കാൾ ഇപ്പം മെച്ചം അവരുടെ ജീവിതം നന്നാക്കാൻ അവർക്ക് നല്ലത് അവർ ഗൾഫിൽ പോവുക എന്നാണ്. അതുകൊണ്ട് അവർ ഗൾഫിൽ വന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടികയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോരുത്തരുണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആയതുകൊണ്ട് ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് മിനിമം ഒരാളെങ്കിലും ഉണ്ടാകും ഗൾഫിൽ.
ഇപ്പോൾ അത് ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ ഇനിയിപ്പോ പുതിയ ജനറേഷൻ 18 വയസ്സ് തികയാത്തൊരു പക്ഷെ ഉണ്ടായിരിക്കാതെ തികയുമ്പോ ഞാൻ കൊണ്ടുപോകും. പക്ഷെ നാട്ടിലെ വീടിന്റെ മുൻവശത്ത് താങ്കൾ ഉള്ള ദിവസം ഒരു 100, 150, 200 അത്രയും ആൾക്കാർ രാവിലെ വീടിന് പുറത്തുണ്ടാവും അപേക്ഷയുമായി. അല്ല, ഞാനിപ്പോ അതിന്റെ സിസ്റ്റം മാറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മളെന്നും പേപ്പറിലും മറ്റു മീഡിയകളിലും കാണുന്നതാണ് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിച്ച് അവിടെ വിസയ്ക്ക് കാശ്, വിസയുടെ ഫീസ് ഗവൺമെന്റ് കൊടുക്കുന്ന ഫീസ് ഒഴികെ വേറെ ഒന്നും അതിന്റെ അപ്പുറത്തില്ല. അതൊരു എംപ്ലോയറുടെ ചുമതലയും ബാധ്യതയുമാണ് വിസയ്ക്ക് ഫീസ് കൊടുത്ത് ഇവിടെ നിന്ന് ജോലിക്കാരെ കൊണ്ടുപോകേണ്ടത്. അതിന് 2-3 ലക്ഷം രൂപ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും മേടിച്ച് 3, 4, 5, 6 മാസം, 1 കൊല്ലം വരെയും ആൾക്കാരിട്ട് ഇരുത്തി ബുദ്ധിമുട്ടിച്ച് നമ്മളെ കെട്ടുതാലി വരെയും പണയം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ഇടയിൽ ആരും കയറി വരരുത് എന്നുള്ള ഉത്തമ ഒരു ഇതുണ്ട് എനിക്ക്. ആ കാരണം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ പോയിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. ഈ 29,000 പേരെ എടുത്ത് 27,000 പേരെ അല്ല, ഈ മലയാളികളെ മാത്രമേ 20,000 പേരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതാണ്ടൊക്കെ നേരിട്ട് കാണുകയും ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അച്ഛനെയും അമ്മയും അല്ല, അത് ഞാൻ നന്നായി സംരക്ഷിച്ചില്ലെങ്കിൽ ഇടപെടും. അതൊരു സെക്രട്ടറി, സ്റ്റാഫ് വെൽഫെയർ പ്രത്യേക ഒരു സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറി പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മാതാപിതാക്കളുടെ എഴുത്ത് വരുമ്പോൾ, സഹോദരങ്ങളുടെ എഴുത്ത് വരുമ്പോൾ അത് വായിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം മാതാപിതാക്കൾക്ക് കാശ് അയച്ചു കൊടുക്കണില്ല. കാരണം അവർ പ്രായമുള്ളവരാവും, അവർക്ക് ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടാവില്ല. ഇവരയക്കുന്ന കാശ് കൊണ്ട് ജീവിക്കേണ്ടതാണ്, മരുന്ന് മേടിക്കേണ്ടതാണ്. അവർക്കങ്ങനെ മാസം വീതം കോൺസ്റ്റന്റ് ആയിട്ട് കാശ് കിട്ടിയില്ല എങ്കിൽ അവർക്ക് എനിക്ക് കത്തെഴുതാം നേരിട്ട്. അപ്പോൾ ആ സെക്രട്ടറി അത് കത്തൊക്കെ ശരിക്കും എഡിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് കാണിച്ചു തരും. ഇല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു ഫയൽ എനിക്ക് തരും. ആ ഫയൽ ഞാൻ ഇങ്ങനെ നോക്കും. എന്നിട്ടൊരു ഡിസേർവിങ് മാതാപിതാക്കളാണ്, കാശ് കിട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത് ആ ആളെ വിളിപ്പിക്കും. അപ്പോൾ ഖത്തറിലാണെങ്കിൽ, ബഹ്റൈനിലാണെങ്കിൽ, കുവൈത്തിലാണെങ്കിൽ, സൗദി അറേബ്യയിലാണെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളുടെ അടുത്ത് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ വിളിപ്പിക്കും. UAE-യിലാണെങ്കിൽ അന്ന് ഉടനെ തന്നെ വിളിപ്പിക്കും. കാരണം എൻ്റെ ഹെഡ് ക്വാർട്ടർ അബുദാബിയാണ്. അത് ഞാൻ പറയും, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ആയതുകൊണ്ട് മാസം വീതം കാശ് അയക്കണം എന്ന് പറഞ്ഞ് അവരെ എഴുതി ഞാൻ വാങ്ങും, കാശ് അയക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, അങ്ങനെ മാസം അയക്കുമ്പോൾ അതിൻ്റെ കോപ്പി അക്കൗണ്ടന്റിന് കാണിച്ചു കൊടുക്കണം, ഡ്രാഫ്റ്റിൻ്റെ കോപ്പി. എന്നിട്ടും അയക്കുന്നില്ല എങ്കിൽ വീണ്ടും വിളിച്ച് ഞാൻ വാണിംഗ് കൊടുക്കുകയും അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു പറയും. എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ 2-3-4 മാസം കാശ് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് പറയും ഞാൻ ആ കാശ് അയച്ചു. അപ്പം അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ ദുഃഖം കൊണ്ട് കാശ് അയച്ചു കൊടുക്കുന്നവരുണ്ട്. ഞാൻ ഈ അയച്ചു കൊടുത്ത കാശ് എനിക്ക് മടക്കി തരുമ്പോൾ എന്നെ മേടിക്കാറില്ല. ഞാൻ പറയും, നിങ്ങൾ ഇനി അയച്ചു കൊടുത്താൽ മതി. അതൊരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ചുമതല മക്കളിലാണെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലാണ് ഗൾഫ് കൺട്രീസ്. ഗൾഫിൽ നിന്നുള്ള പണമില്ലായിരുന്നുവെങ്കിൽ കേരളം ഇത്രയും വികസിക്കുമായിരുന്നില്ല. തീർച്ചയായിട്ടും അതിന്റെ ഉറവ് വറ്റി തുടങ്ങിയിരിക്കുന്നു സാമ്പത്തികമാണ്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ റിസഷൻ അത് ഗൾഫിൽ മാത്രമല്ല. പക്ഷെ നമ്മൾ അറിയുന്നത് ഗൾഫിലെ റിസഷനാണ്, ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യം നമ്മളെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ 290 ബാങ്കുകൾ ബാങ്ക്രപ്റ്റായി. ലിമാൻ ബ്രദേഴ്സ് പോലെ 150 കൊല്ലവും 160 കൊല്ലവും ഉള്ള കമ്പനികൾ ബാങ്ക്രപ്റ്റായി. ഇപ്പോൾ ലിക്വിഡേറ്റർ വെച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല. പക്ഷെ ഇതൊരു ഗ്ലോബൽ, ഇപ്പോൾ ഒരു സുനാമി വരുമ്പോൾ, ഒരു സുനാമി ഇന്തോനേഷ്യയിൽ മാത്രമല്ല ഉണ്ടായത്, നമ്മുടെ കേരളത്തിന്റെ ആലപ്പുഴയിലും ഉണ്ടായല്ലോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ശരിക്കും സംഭവിച്ചത്. എന്ന് വെച്ചിട്ട് അത് വറ്റിപ്പോയി എന്ന് ഏതായാലും പറയാറായിട്ടില്ല. പെട്രോളിന്റെ വില സ്റ്റേബിലൈസ് ആയിക്കൊണ്ടിരിക്കുന്നോടത്തോളം, വർദ്ധിക്കുന്നോളം കാലം ഗൾഫിന് യാതൊന്നും സംഭവിക്കില്ല. ഇപ്പോഴും കണ്ടമാനം ആൾക്കാർ പോകണ്ടല്ലോ. പിന്നെ ഒരു എന്ന് വെച്ചപ്പോൾ ഇത് ഗൾഫിൽ യങ് ജനറേഷൻ വന്നു, അവരും അവരുടെ കുട്ടികളും വളർന്നു, അവരും വിദ്യാഭ്യാസമുള്ളവരായി. അപ്പോൾ അങ്ങനത്തെ സ്കിൽഡ്, സെമി സ്കിൽഡ് എന്നുള്ള ജോബ് തരംതിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കമുള്ള ജോലികൾ അവരുടെ നാഷണൽസിന് തന്നെ കൊടുക്കേണ്ടി വരികയാണ്. കാരണം അവരുടെ രാജ്യമാണല്ലോ.
ആ നിലയ്ക്കൊരു പക്ഷേ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയാമെന്നല്ലാതെ വറ്റിപ്പോകുന്നില്ല. ഇനിയും ഗൾഫ് കൺട്രീസിനെ പ്രതീക്ഷിച്ച് കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് നിലനിർത്തും. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ് ഇനിയും ഗൾഫിൽ വരാതിരിക്കുകയാണ്. ഇതിപ്പോ ഒരു ദുബായ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഗൾഫ് മുഴുവൻ ഡെവലപ്പ് ആയിട്ടില്ലല്ലോ. ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദുബായിയുടെ അപ്പൊ ആ രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിൽ മലയാളികൾക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായി. പക്ഷെ ദുബായിയുടെ തകർച്ച നമ്മളെ നടുക്കിയില്ലേ? ദുബായ് ആര് പറഞ്ഞു തകർന്നു എന്ന്? ദുബായ് ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെന്ന് വെച്ചാൽ അവരൊരുപാട് അവരുടെ കാശ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇൻഫ്രാസ്ട്രക്ചർ അതേ സംഭവിച്ചിട്ടുള്ള ദുബായ് ഗവൺമെന്റിന് ആർക്കും കാശ് കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ബാങ്കുകളിൽ നിന്ന് ബാങ്ക് കാശെടുത്ത എല്ലാ കാശുകളും ഇപ്പൊ ടൈം അനുസരിച്ച് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇൻവെസ്റ്റ്മെന്റ് അവർ ഉദ്ദേശിച്ച എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ മലയാളിക്കും ദുബായ് ഗവൺമെന്റ് ശമ്പളം കൊടുക്കാണ്ടിരുന്നിട്ടില്ല. അപ്പൊ വെറുതെ ആൾക്കാരതിൽ ഈ ചില മാധ്യമ പ്രവർത്തകരോ മാധ്യമക്കാരോ പറയുന്ന ദുബായിക്ക് അത് സംഭവിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, പ്രത്യേകിച്ച് UAE ഭരിക്കുന്ന പ്രസിഡന്റും അതുപോലെ ദുബായിയുടെ ഭരണാധികാരി വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവരൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും 950 ബില്യൺ ഫോറിൻ റിസർവ് അബുദാബിക്ക് മാത്രം. ആകെ ദുബായിയുടെ കട 70 ബില്യണുള്ളൂ, 80 ബില്യണുള്ളൂ. അപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി പെരുപ്പിച്ച് കാണിക്കുക എന്നല്ലാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് വിചാരിച്ച യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചെറുകിട കച്ചവടക്കാരനായിട്ട് ഗൾഫിലേക്ക് പോയ MA യൂസഫ് അലി 10 ദിവസത്തിലധികം കപ്പലിൽ സഞ്ചരിച്ച് അവിടെ എത്തപ്പെട്ട യൂസഫ് അലി എങ്ങനെ രാജാക്കന്മാരുടെ സുഹൃത്തായി? അതെങ്ങനെയായി എന്ന് ചോദിച്ചാൽ, ഗൾഫ് യുദ്ധകാലത്ത് എല്ലാവരും എങ്ങനെയെങ്കിലും ഗൾഫിൽ നിന്ന് പോരണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സദ്ദാം ഹുസൈൻ കുവൈത്ത് ആക്രമിച്ച കാലഘട്ടത്തിൽ ഒരുപക്ഷെ വലിയൊരു യുദ്ധമുണ്ടാകുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ പല കച്ചവടക്കാരും, ഇന്ത്യക്കാരെന്നില്ല, പല രാജ്യങ്ങളിലെ കച്ചവടക്കാരും കിട്ടുന്ന കാശൊക്കെ കൊണ്ടുപോകാം എന്നൊരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ അബുദാബിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യണം, എമിറേറ്റ് ജനറൽ മാർക്കറ്റ്. ഇത് പത്രത്തിലും മറ്റൊക്കെ വന്നപ്പോൾ എന്നെ നേരിട്ട് അവിടുത്തെ കിരീടാവകാശിയും പ്രസിഡന്റും വിളിപ്പിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മരണപ്പെട്ടുപോയ UAEയുടെ പ്രസിഡന്റ്, വിശാലഹൃദയനും ദാനധർമ്മിഷ്ഠനുമായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഞാൻ പറഞ്ഞു, അങ്ങ് പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള വിശാലഹൃദയരായ ദാനധർമ്മിഷ്ഠരായ എല്ലാ രാജ്യക്കാരെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഭരണാധികാരിയുള്ളപ്പോൾ എനിക്കൊരു ഭയമില്ല. പിന്നെ ഞാനിവിടെ വളർന്നു, എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ വളർന്നു, എൻ്റെ കൊച്ചാപ്പടക്കമുള്ള എൻ്റെ കുടുംബത്തിലെ മെമ്പർമാർ ഇവിടെ വളർന്നു. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് കാശും കൊണ്ട് നാട്ടിൽ പോയിട്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് പുറത്ത് നിന്ന് കാണാനുള്ള മാനസിക ശക്തി ഞങ്ങൾക്കില്ല. എന്തെങ്കിലും ഇവിടെ സംഭവിക്കണമെങ്കിൽ ഞങ്ങളടക്കം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരികൾ അത്ഭുതപ്പെടുകയും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് അദ്ദേഹം മക്കളോട് വരെയും, മരണപ്പെട്ടു പോയ അദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡന്റും കിരീടാവകാശികളോട് വരെ പറഞ്ഞു.